ഇങ്ങനെയുണ്ട്. സൂപ്പർ സാധനം. ആ ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നമ്മൾ സാധാരണ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ചെല്ലുമ്പോഴാണ് അത് കഴിക്കുന്നത്. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റോട് കൂടി നല്ല ഒരു ബട്ടൂര. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ട് ആ ബട്ടൂര എങ്ങനെ ചെയ്യുന്നോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇത് എടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒരു ബൗള് മൈദയാണ് അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഒരു 3/4 പാത്രം ഗോതമ്പ് പൊടിയാണ്. ആ ഗോതമ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ റവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മീഡിയം രീതിയിലുള്ള പുളിയുള്ള തൈര് അതുകൂടെ അങ്ങോട്ട് കൊടുക്കും. തൈരൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഓയിലൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ നനച്ചെടുക്കണം. ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമ്മൾ ഈ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരുപാടങ്ങ് വെള്ളം കൂടുകയും ചെയ്യില്ല, എന്നാൽ വെള്ളം കുറയാനും പാടില്ല. നല്ലപോലെ അയച്ചെടുക്കത്തക്ക രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതേപോലെ കട്ടിംഗ് ബോർഡിനകത്ത് ഒരല്പം ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഈ മാവ് നമുക്കൊന്നുകൂടെ അയച്ചെടുക്കാം. ബൗളിനകത്ത് അയക്കുന്നതിനെക്കാട്ടിലും എളുപ്പം ഇങ്ങനെ അയക്കും. സാധാരണ പൊറോട്ടയ്ക്കൊക്കെ ഇതുപോലൊക്കെയാണ്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഭട്ടൂര ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശരിയാകത്തുള്ളൂ. ഈ ഒരു രീതിക്ക് വേണം മാവ് അയച്ചെടുക്കാൻ. ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം ഓയിൽ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് തൂത്ത് കൊടുക്കാം. അല്പം ഓയിൽ തൂത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. ഇത് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. അത്ര സമയം ഇരുന്നാലേ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് അത്ര സമയം ഇരിക്കില്ല, 1 മണിക്കൂർ ഇരിക്കില്ല. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു കിഴങ്ങ് ഉടച്ചൊരു കറിയും കൂടെ വെച്ചാൽ ഇതിന് 2 ഉരുളൻകിഴങ്ങും 1 സവാള 2 പച്ചമുളകും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കറി കുക്കറിൻ്റെ അകത്താണല്ലോ ഇതെല്ലാം റെഡിയാക്കുന്നത്. ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒരു 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാള അതുകൂടെ എടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയൊരു കുക്കർ എടുത്തിട്ട് ഈ അരിച്ച് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയിട്ട് അതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് കൂടെ ഒന്ന് കണ്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നാലോ 5 വെളുത്തുള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മസാല തന്നെയാണ്, വില്ലേജ് സ്പൈസസിൻ്റെ തന്നെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതില്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മസാല ഗരം മസാല ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ മസാലപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തൊന്ന് ഇളക്കി ഇതേപോലെ. ഇത് നമുക്ക് തേങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ ഒന്നും ഇല്ലാത്തൊരു കറിയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നിൽക്കണം വെള്ളം. ഇനി ഇത് അടുപ്പത്തോട്ട് വെച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ക്യാരറ്റൂടെ വേണം അരിച്ചിടാവുന്നതാണ് കേട്ടോ. ഞാൻ ക്യാരറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വെന്തുടയണം. 2 വിസിൽ അല്ല ഒരു 3 വിസിലൊന്നും അടിക്കണം. ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. അതായത് നിർത്തിയിട്ട് താത്ത് വെക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങും സവോളയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ചട്ടവും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്നും എല്ലാം കൂടെ അടയ്ക്കണമെന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കുറുകി കിട്ടും. നമുക്ക് അടുപ്പൊന്നൊന്ന് കത്തിക്കുകയാണ്. എന്തിനാണെന്നറിയോ, ഇത് കടുവൊന്ന് പൊട്ടിക്കാനായിട്ട്. ഇതേപോലെ ഒരു ഉരുളി അങ്ങോട്ട് വെക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ചൂടായതിന് ശേഷം അല്പം കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് 2 വറ്റൽമുളക് മുറിച്ച് അങ്ങോട്ടിടാം. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി. നമ്മൾ ഇതിനകത്ത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിയോ അല്ലെങ്കിൽ കറുവാപ്പട്ട, ഏലക്ക അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടൊരു കിഴങ്ങ് കറി. താളിയിലൊക്കെ നല്ലതായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്നത് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. തീ കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇളക്കി കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ഒരു കിഴങ്ങ് കറി, കിഴങ്ങ് ഉടച്ചത്. ഇപ്പോൾ ചപ്പാത്തിക്കോ ഭട്ടൂരായ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പലഹാരത്തിന് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞങ്ങളുടെ സ്ഥിരം ഒരു കറിയാണ് ചപ്പാത്തിക്കുള്ള. അടുപ്പ് അങ്ങനെ നിർത്തിയിട്ട് ഇത് താത്തു. കറി എന്നാന്ന് വെച്ചാൽ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഇരിക്കണം. അതുകൊണ്ടാണ് ഈ കറിയും കൂടെ ഇതിൻ്റെ കൂടത്ത് റെഡിയാക്കിയത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ടല്ലേ? 1 മണിക്കൂർ ആയതിനു ശേഷം ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കും. അല്പം ഓയിൽ കയ്യിലോട്ട് ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് പൊറോട്ടയ്ക്ക് മാവ് പിടിക്കുന്ന പോലെ ഇതേപോലെ ചെറിയ ബോളുകളായിട്ട് അങ്ങോട്ട് പിടിക്കുക. എൻ്റെ പൊറോട്ട പണിക്കൊക്കെ പോയത് 1 നിമിഷം കൊണ്ട് ഞാൻ ഓർത്തു പോവുക. ആ ഇതേപോലെ ഒരു 12 എണ്ണം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഭട്ടൂരയുടെ രീതിക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഷംല അത് പരത്തിത്താ, ഞാൻ ചുട്ടെടുക്കാം. ആ ആ അതായാലും ഇച്ചിരി എണ്ണ നോക്കും. കാര്യം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പരത്തെ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. ആ മതി 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 മതി. ആ ഇതേപോലെ ഒരു ചെറിയ റൗണ്ടാക്കി നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം അതായത് മുക്കി പൊരിച്ചെടുക്കണം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ എടുത്ത് അങ്ങോട്ട് അടുത്ത പരത്തിക്കും. ഇതേപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ഒന്ന് കറക്കി. തീ എപ്പോഴും നല്ല കൺട്രോൾ വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോവും. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചൊന്നിട്ട് കൊടുക്കാം. ആ കാരണം ഇത് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം, എന്നാൽ കരിഞ്ഞും പോകല്ലേ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കിയിടും. ഇതാണ് ഇതേപോലെ 2 സൈഡും ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയിടും. ഇതേപോലെ പടപടാന്ന് പരത്തിയിട്ടാലേ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കും. കാര്യം ഒരേ കനമാണെങ്കിൽ ഒരുപോലെ തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കനം കൂടുമ്പോഴത്തേക്ക് അവിടെ പൊള്ളാതെ വരും. തിരിച്ചങ്ങോട്ട് ഇട്ടു. ഇതേപോലെ എണ്ണ അങ്ങോട്ട് നിർത്തി കോരിയിടുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയോടെ ഒന്ന് ചെയ്തെടുക്കും. ആ അപ്പോൾ നമ്മളൊരു 5-8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി പിന്നെ ചെയ്യാം അല്ലേ? ആ ശമല എടുക്ക്, ഒരു ഭട്ടൂര അങ്ങോട്ട് എടുക്കും. ആ പക്ഷെ കറി കൂടെ അങ്ങോട്ട് വേണം അല്ല? ആ അത് മുറിച്ച് അടിപൊളിയായിട്ട് രസിച്ചാൽ കഴിക്കും. നമ്മളുണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഇല്ലേ? ഇങ്ങനെ കിഴങ്ങൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമുളക് ഇങ്ങനെ സൂപ്പർ സാധനം. ആ സൂപ്പർ സാധനം, നല്ല രുചിയുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് ഇങ്ങോട്ട് ചെയ്ത് വെച്ചു. അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പറാണ്. കിഴങ്ങാരി ഭട്ടൂര
ഇത് സംഭവം എന്നാന്ന് വെച്ചാൽ കുറച്ച് സമയം വെച്ചെങ്കിൽ മാത്രമേ ഇത് കുറച്ചുകൂടെ നല്ലപോലെ പൊങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് കഴിവത് 1 മണിക്കൂർ ഇച്ചിരി കൂടെ ഇരുന്നാലും കുഴപ്പമില്ല. ഇത് കുഴച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ 2 ഐറ്റം റെഡിയായി. റെഡിയാകും. നല്ല രുചിയുണ്ട്. ധൈര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതേപോലെ തന്നെ വൈകുന്നേരത്തെ ഒരു ആഹാരമൊക്കെ ആവും. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അല്പം നേരം മെനക്കെട്ടാലും രുചികരമായിട്ട് നല്ലൊരു ഐറ്റം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. കട്ടൂരാൻ ചെയ്തെടുക്കാം. ബട്ടൂരായും ഉരുളൻകിഴങ്ങ് കറി ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.